എപ്പോഴും ഈ തലേദിവസത്തെ മീൻ കറിയാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ കോട്ടയംകാരുടെ സ്വന്തം തലേദിവസത്തെ കല്യാണ മീൻ കറിയുടെ കാര്യം പറയണോ? ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോട്ടയംകാരുടെ സ്വന്തം തലേദിവസത്തെ കല്യാണ മീൻ കറിയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുടംപുളി ചൂടുവെള്ളത്തിനകത്ത് കുതിർത്തി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ പുളിയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഡിസോൾവ് ആയിട്ട് ഈ വെള്ളം നല്ല ഫ്ലേവർഫുള്ളായിട്ട് നമുക്ക് കിട്ടും കരിക്കകത്ത് ഒഴിക്കുമ്പോഴത്തേക്ക്. ഞാനിവിടെ എടുത്തേക്കുന്നത് പുഴവട്ടയാണ്. നമുക്ക് വേണമെങ്കിൽ നെയ്മീൻ എടുക്കാം, ഇല്ലെങ്കിൽ കേര എടുക്കാം, ഇല്ലെങ്കിൽ കറുത്ത ആവൂലി ഉണ്ടല്ലോ, അതും കൂടി അടിപൊളിയാണ് ഈ കറിക്ക്. പിന്നെ എനിക്കെപ്പോഴും ഫിഷ് മേടിക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഹോളായിട്ട് ക്ലീൻ ചെയ്ത് മേടിക്കും. എന്നിട്ട് എൻ്റെ ആവശ്യമായ രീതിയിൽ ഞാൻ സൈസും വെയിറ്റും നോക്കിയിട്ട് കട്ട് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ വെജിറ്റബിൾ പ്രിപ്പറേഷനാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നീളത്തിൽ നമ്മുടെ ഈ മാച്ച് സ്റ്റിക്ക് പോലെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ജൂലിയൻ എന്നാണ്. പിന്നെ നമ്മളുടെ ചെറുള്ളി നമുക്ക് 1/2 ആയിട്ട് കട്ട് ചെയ്യണമെങ്കിലും കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണമെങ്കിലും സ്ലൈസ് ചെയ്യാം. അപ്പം നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ മിസംബ്ല സെറ്റായി. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 1 നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് കുടംപുളി ഇട്ടു. സ്റ്റെപ്പ് 2 ഫിഷ് കട്ട് ചെയ്തു. സ്റ്റെപ്പ് 3 നമ്മളുടെ മിസംബ്ല എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കാം, പിന്നെ ഉലുവ. ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, സ്ലൈസ് ചെയ്ത് വെച്ച പച്ചമുളക്, അതിനുശേഷം കറിവേപ്പില. ഇത് ജസ്റ്റ് ഒന്ന് സോട്ടയായി വന്നാൽ മതി, ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ് ഒരു ഗോൾഡൻ കളറിൽ വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് പൊടിയിലിടാം. ശരിക്കും ഈ പൊടികൾ 2 ടൈപ്പായിട്ട് ഇടും. ഒന്ന് നമ്മളുടെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ഈ പൊടികൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇതിനകത്ത് ഇടും. രണ്ടാമത് ഈ പൊടികൾ നേരിട്ടിടും. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടെക്നിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 15 to 20-25 സെക്കൻഡ്സ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ പച്ച സ്മെല്ല് ഒന്ന് പോയിട്ട് ഈ കുത്തൽ മാറി കിട്ടാൻ നമുക്ക്. ഞാൻ ചില സ്ഥലത്തിൽ കണ്ടിട്ടുണ്ട് ഈ കാശ്മീരി ചില്ലീസ് ഉണ്ടല്ലോ, ഈ കാശ്മീരി ചില്ലി ബോയിൽ ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ഈ കറിക്കകത്ത് യൂസ് ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടി റിച്ച്നെസ്സും നല്ല ഡാർക്ക് റെഡിഷ് കളറും കിട്ടും. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച കുടംപുള്ളി, പിന്നെ സെയിം ബൗളിനകത്ത് അത്രയും നമുക്ക് വെള്ളം ഒഴിക്കണം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് റോക്ക് സോൾട്ടാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ റോക്ക് സോൾട്ട് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ സാധനം ഇങ്ങനെ മെൽട്ടായി കിട്ടില്ല, കുറച്ച് സമയം പിടിക്കും ഇതൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വട്ട, ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് മലബാർ GT എന്നാണ് പറയുന്നത്. മലബാർ ഗ്രാൻഡ് ട്രവാളി എന്ന് ഇതിൻ്റെ പറയാം. ഈ ഫിഷൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഏകദേശം കവർ ചെയ്തിട്ട് ഒരു 1/2 hour 45 minutes നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും ഈ ഫിഷ് കറി അല്ല, ഏത് ഫിഷ് കറി വെച്ച് കഴിഞ്ഞാലും വളരെ സ്ലോ ഫയറിൽ അതിന് എത്ര സമയം കുക്ക് ചെയ്യാൻ പറ്റുമോ അത്ര സമയം കുക്ക് ചെയ്യാൻ ഉടയാണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഈ കറിക്കകത്ത് ഇരുന്ന് ഇങ്ങനെ സ്ലോ ആയിട്ട് കുക്കാവുന്ന തോറും ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ഈ കറിക്ക്. പിന്നെ ഈ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് സൈഡിൽ. അപ്പോൾ തന്നെ നമ്മുടെ ഫിഷ് കറി പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. കുറച്ച് ഉലുവ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, റോസ്റ്റ് ചെയ്താണ് പൊടിച്ചേക്കുന്നത്. പിന്നെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഹോളായിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 കഷ്ണമാക്കിയിട്ട് മീൻ ഇങ്ങനെ കുക്ക് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷേ പിന്നെ വിചാരിച്ചാൽ ഞാൻ സ്ലൈസ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫിഷ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചുട്ടിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. ഞാൻ ഇതും കൂടി കാണിച്ചു തരാം. ഇത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ഇതിൻ്റെ ഒരു രൂപവും ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അടച്ചു വെച്ചു. ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മളുടെ മീൻ കറി ഇങ്ങനെ സെറ്റായിട്ട് വന്നത് കേട്ടോ. And always remember this, everybody can cook and everybody has to cook.